ഹലോ ഗൈസ്, മഹാലക്ഷ്മിയിൽ ഇനി മേഘനാഥനും മാർക്കോയും നേർക്കുനേർ. അതേ കൂട്ടുകാര്, നമ്മളെല്ലാവരും ആഗ്രഹിച്ച കാണാൻ കൊതിച്ചൊരു മുഹൂർത്തമാണ് നമ്മുടെ മേഘനാഥനെ നമ്മുടെ മാർക്കോ ഒന്ന് അടിച്ച് ഒതുക്കി വിട്ടിരുന്നെങ്കിൽ എന്ന്, അല്ലേ കൂട്ടുകാരെ? എന്തായാലും ഇന്ന് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്, നമ്മുടെ മഞ്ജുവും മേഘനാഥനും കമലേശ്വരത്ത് വരുമ്പോൾ അവർ പുതിയൊരു വാർത്ത അറിയുകയാണ്. പുതിയ വിശേഷം എന്താണ്? കണ്ണൻ പറയുന്നുണ്ട്, എൻ്റെ സ്വത്തുക്കളിന്റെ 60% ഞാൻ മഹാലക്ഷ്മിയുടെ പേരിൽ എഴുതി വെക്കുകയാണ്. ഇനി എന്തെങ്കിലും ചെക്ക് പാസ്സാകണമെങ്കിൽ എന്റെ മാത്രം ഒപ്പ് പോരാ, മഹാലക്ഷ്മിയുടെയും കൂടി ഒപ്പ് വേണം എന്ന് പറയുകയാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ മേഘനാഥന്റെ ഒക്കെ മനസ്സിലങ്ങാട് പക ഇരട്ടിക്കുവാണ് അല്ലെ. ഇനി നമ്മുടെ കണ്ണനെ എത്രയും വേഗം ഇല്ലാതാക്കണം എന്നൊരു ലക്ഷ്യം മാത്രമാണ് നമ്മുടെ മേഘനാഥന്റെ പ്രതാപനോടും വാമദേവനോടും ഉണ്ണിനോടൊക്കെ കൈമാറുന്നുണ്ട് ഈ വിവരങ്ങള്. അപ്പൊ ഇവരും എത്രയും പെട്ടെന്ന് എല്ലാവരും കൂടി ചേർന്ന് കണ്ണനെ ഇല്ലാതാക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഒരു വണ്ടി അപകടത്തിൽ തന്നെ നമ്മുടെ കണ്ണനെ ഇല്ലാതാക്കാൻ തന്നെയാട്ടോ വീണ്ടും ശ്രമം. അപ്പൊ ആ ഒരു സമയത്ത് വീണ്ടും വാഹനാപകടത്തിൽ നമ്മുടെ കണ്ണനെ തീർക്കാൻ നോക്കുമ്പോൾ മേഘനാഥൻ നേരിട്ടാട്ടോ വന്ന് തീർക്കാൻ നോക്കുന്നത്. നീ ഞങ്ങളുടെ കല്യാണത്തിനെതിരെ നിന്നല്ലോ എന്നും പറഞ്ഞിട്ട് നമ്മുടെ കണ്ണനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാനും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മുടെ മാർക്കോ ആവടി വരുന്നുണ്ട്. മാർക്കോ മേഘനാഥനുമായിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. മേഘനാഥനെ അടിച്ചൊരു പരുവാക്കുന്നുണ്ട് നമ്മുടെ മാർക്കോ. ഇങ്ങനെയൊക്കെ കുറെ രംഗങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലയോ? അല്ലെ, ഇങ്ങനത്തെ രംഗങ്ങളിലൂടെയാണ് നമ്മുടെ മഹാലക്ഷ്മി ഇനി പോകുന്നതെങ്കിലോ? നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു രംഗങ്ങൾ ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണ് എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. കാത്തിരുന്ന് എന്നെ കാണാണ്ട് അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഗുഡ് ബൈ.